ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. തിരുവചനം പറയുന്നു, നിങ്ങൾ ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവിൻ. നിങ്ങൾ ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവിൻ. എന്താണ് കർത്താവിൻ്റെ ഇഷ്ടം? നമ്മെക്കുറിച്ചുള്ള ദൈവേഷ്ടം നാം അറിഞ്ഞില്ല എങ്കിൽ അത് നമുക്ക് അപകടകരമായി മാറുമോ? ദൈവേഷ്ടം അറിയാതിരിക്കുന്നത് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിന് ഒരു തടസ്സമാണോ? സാക്ഷാൽ യേശുക്രിസ്തു തന്നെ ഇതിൻ്റെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. മാത്യു ചാപ്റ്റർ 7:21 ഇങ്ങനെ പറയുന്നു, എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്നായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. ദൈവ ഇഷ്ടം ചെയ്യുന്നവനെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കൂ എന്ന് ക്രിസ്തു പറയുമ്പോൾ ദൈവ ഇഷ്ടം എന്താണെന്ന് തിരിച്ചറിയാത്ത ഒരു വ്യക്തിക്ക് എങ്ങനെ സ്വർഗരാജ്യം അവകാശമാക്കുവാൻ കഴിയും? നമുക്ക് ചുറ്റുമുള്ള വിശ്വാസ സമൂഹം യേശുക്രിസ്തുവിനെ കർത്താവേ എന്ന് വിളിക്കുകയും സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നവരാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ദൈവം എന്താണ് നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്? തിരുവചനപ്രകാരം നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന അത്യുന്നതനായ ദൈവം സകല സ്തുതികൾക്കും മഹത്വത്തിനും യോഗ്യനാണ്. നാം സകലവും സ്വർഗസ്നായ പിതാവിങ്കൽ അർപ്പിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു. പിതാവിനെ മഹത്വപ്പെടുത്തുന്നത് പോലെ പുത്രനും മഹത്വത്തിന് യോഗ്യനാണ് എന്ന് തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നു. എന്നാൽ ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മിലൂടെ നിറവേറുക എന്നതാണ്. അങ്ങനെയെങ്കിൽ ദൈവ ഇഷ്ടത്തെക്കുറിച്ച് എവിടെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്? യഥാർത്ഥത്തിൽ വിശുദ്ധ വേദപുസ്തകം അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് ദൈവ ഇഷ്ടത്തിൻ്റെ മുകളിലാണ്. തിരുവെഴുത്ത് നമ്മെ നയിക്കുന്നത് ദൈവ ഇഷ്ടത്തിൻ്റെ നിവൃത്തീകരണത്തിലേക്കാണ്. ദൈവ ഇഷ്ടത്തെ വെളിവാക്കുന്ന മർമ്മപ്രധാനമായ ഒരു വചനമാണ് യെശയ്യാ പ്രവാചകന്റെ 53-ാം അധ്യായത്തിലെ 10-ാമത്തെ വാക്യം. എന്നാൽ ക്രിസ്തുവിനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. ദൈവം ക്രിസ്തുവിന് കഷ്ടം വരുത്തുകയും ക്രിസ്തുവിൻ്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവൻ്റെ കയ്യാൽ, ക്രിസ്തുവിൻ്റെ കയ്യാൽ സ്ഥാപിക്കുകയും ചെയ്യും. ദൈവത്തിൻ്റെ ഇഷ്ടം ദൈവം തലയായിരിക്കുന്ന ദൈവത്തിൻ്റെ പുത്രന്മാരെ കാണുക എന്നുള്ളതാണ്. സകലത്തിനും ലാക്കും സകലത്തിനും കാരണബോധനുമായ അത്യുന്നതനായ ദൈവം അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുന്നു, അഥവാ മനുഷ്യപുത്രന്മാരെ ദൈവപുത്രന്മാരാക്കി മാറ്റുന്നു. നാം വിശുദ്ധീകരണത്തിലൂടെ അഥവാ ദൈവ ഇഷ്ടമായ ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് ദൈവപുത്രന്മാരായി വെളിപ്പെടേണ്ടവരാണ്. അങ്ങനെ ദൈവ ഇഷ്ടം നിവൃത്തിയാക്കുകയും ക്രിസ്തുവിന് അനുരൂപരായി തീർന്നുകൊണ്ട് സ്വർഗരാജ്യം അവകാശമാക്കുകയും ചെയ്യുന്നു. അവർ ദൈവവുമായി ഒരു കുടുംബമായി തീരുന്നു. ഇതൊരു മുൻ നിയമനമാണ്. ദൈവപുത്രനായ ക്രിസ്തുവിന് അനുരൂപരായി തീരുവാനുള്ള ഒരു മുൻ നിയമനം. റോമർ 8:29 അത് വ്യക്തമാക്കുന്നു. ദൈവം താൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രനായ ക്രിസ്തു അനേകം സഹോദരന്മാരിൽ ആദ്യജാതനായി തീരേണ്ടതിന് ക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപരായി തീരുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. അശുദ്ധിയിൽ നിന്നും വിശുദ്ധി പ്രാപിച്ച് മനുഷ്യപുത്രന്മാർ തേജസ്സുള്ള ദൈവപുത്രന്മാരായി വെളിപ്പെട്ടു വരുമ്പോൾ ദൈവ ഇഷ്ടം നിവൃത്തിയാകുന്നു. ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല.